വിഷാട് 2 പ്രാവശ്യം വിളിക്കണു. വാ വാ പോവാ വാടാ വാടാ പോവാടാ. അപ്പൊ ഇന്ന് എന്താ വിശേഷം എന്നല്ലേ? അമ്പലത്തില് 5 ദിവസം ഉത്സവമാണ്. നമുക്ക് പോണ്ടേ? നിക്ക് പറയട്ടെ, അവർക്ക് മനസ്സിലാവേണ്ട ഉത്സവമാണ്. 5 ദിവസം ഉത്സവമാണ്. നമ്മുടെ പ്രവാസികളായിട്ടുള്ള എൻ്റെ കുറെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഇവിടുത്തെ കുറെ പ്രവാസികളായിട്ടുള്ള ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ഉത്സവം ഫുള്ള് ഇടണം. അത് കുറെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞ് എന്നെ മിരട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉത്സവത്തിന്റെ ഓരോന്നും ഇന്ന് ദീപക്കാഴ്ച കുറത്തിയാട്ടം. ഇനി 5 ദിവസം ഞങ്ങൾ അമ്പലത്തിൽ തന്നെയാണ്. ഞങ്ങളെ 5 ദിവസം എല്ലാവരും ഒന്ന് സഹിക്കണം. അല്ലെങ്കിൽ അമ്പലത്തിലാണ് അമ്പലത്തിലാണ്. പക്ഷെ ഇതൊരു ആവേശവും സന്തോഷവും ഒക്കെയാണ് എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ തിരിയിടണം, എണ്ണ ഒഴിക്കണം. നമുക്ക് ദീപക്കാഴ്ചയിൽ ആകെ ദീപം ഇങ്ങനെ കൊളുത്തിയിരിക്കണം എന്ന് മാത്രമല്ലല്ലോ, ഒരുപാട് എന്നാലും അത് പറഞ്ഞിട്ടൊന്നും പോവാച്ചിട്ടാ. അപ്പൊ തിരിയിടണം, എണ്ണ ഒഴിക്കണം, കുറെ പരിപാടികളുണ്ട്. അവരൊക്കെ അവിടെ എത്തിയെന്നും പറഞ്ഞ് തന്നെ 2 പ്രാവശ്യം ഇപ്പൊ വിഷ്ണുട്ടെ വിളിക്കണം. ഞങ്ങൾ വേഗം അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. മൈക്കൊക്കെ പിടിച്ച് പോണേ. ഉത്സവമാകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങും. ദീപക്കാഴ്ചയ്ക്കുള്ള വരകളൊക്കെ തലേദിവസം രാത്രി തന്നെ തീർത്തു കേട്ടോ. ഇതെല്ലാം ചെയ്യുന്നത് ഈ പ്രദേശത്തെ പിള്ളേർ സെറ്റ് തന്നെയാണ്. ഈ പിള്ളേർ സെറ്റിൽ കുട്ടികളും ഉണ്ട്, വലിയവരും ഉണ്ട്, അത്യാവശ്യം പ്രായമുള്ളവരും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ പിള്ളേർ സെറ്റിൻ്റെ ഒരു പറച്ചിൽ ജസ്റ്റ് പിള്ളേർ സെറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് അവർ ഒരുപാട് ദിവസം മുൻപേ തന്നെ രാത്രികളിലൊക്കെ അമ്പലത്തിൽ തന്നെയാണ് ക്ലീനിങ് ആയിട്ടും അടയ്ക്കാമരങ്ങൾ തൂണികൾക്ക് വേണ്ടിയിട്ടുള്ള അടയ്ക്കാമരങ്ങൾ കൊണ്ടുവരലായിട്ടും അതുപോലെ തന്നെ ഓരോന്നും അറേഞ്ച് ചെയ്യലും സെറ്റ് ചെയ്യലും എല്ലാത്തിനും ഈ പിള്ളേർ സെറ്റ് രാത്രി മിക്ക ദിവസവും രാത്രി ഇവിടെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ ഭയങ്കരമായ പണികൾ എടുക്കാനൊന്നും അല്ല വന്നിരിക്കണം. ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റേജിൽ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കാൻ ജസ്റ്റ് വന്നതാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്കും ദേ ഇവിടെ ചരാതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് എണ്ണയും തീരിയൊക്കെ ഇട്ടാൽ മതി. എന്താടാ നാണം വേണ്ടോ? അവന് നാണം വേണ്ടോ? തിരിഞ്ഞിക്കണു. ദീപക്കാഴ്ചയ്ക്ക് മുൻപുള്ള ഒരുക്കങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ച് കാണാം കേട്ടോ. അയ്യോടാ, കട്ടൻ ചായ കുടിക്കുള്ളൂ. ചായ ഉണ്ട്, ചായ നല്ല കടുപ്പുള്ള നല്ല ചായ. അമ്പലത്തിലെ സൊറവളമൊന്നുമല്ല, ചായ വെച്ചില്ല. വിളക്കുകളൊക്കെ കത്തിക്കാൻ കുറച്ചും കൂടി സമയമുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇരുട്ടായിട്ടേ വിളക്കൊക്കെ കത്തിക്കുള്ളൂ. അതുവരെ ഇവിടെ എല്ലാവരും ചായ കൂടിയും കത്തിവയ്പ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ നമ്മുടെ കുറത്തിയാട്ടം ടീംസൊക്കെ എത്തി. കുറത്തിയാട്ടത്തിനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അവർക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് നാണം കേട്ടോ. ആ കുട്ടി തിരിഞ്ഞിരിക്കണു, മറ്റേ കുട്ടി ചിരിക്കണമുണ്ട്. അപ്പോൾ ഇവരാണ് വിച്ചു രമ ടീംസ്. ഒന്നും മേടിക്കില്ല, വെറുതെ പെട്ടിക്കട കാണാൻ. അത് അടിപൊളിയാണല്ലോ. ഒന്നും മേടിക്കില്ല കേട്ടോ, വെറുതെ പെട്ടിക്കട പോകുമ്പോ മേടിക്കാം. ഇപ്പൊ വെറുതെ കാണാൻ മാത്രം, ഓൺലി കാണാൻ. കുഞ്ഞാ, അവര് പാക്കുകൾ അഴിച്ചു വയ്ക്കണേ ഉള്ളൂ. വയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നോക്കൂ, പാക്കുകൾ വയ്ക്കട്ടെ. എവിടെ വായി നോക്കിക്ക, നിന്നെ കിട്ടണില്ല. കേറി കിളികളെ നമുക്ക് ഈ കടയിലുള്ള ഫുൾ സാധനങ്ങളും മേടിക്കാം അല്ലേ? എന്നിട്ട് ഈ കട തീർക്കാൻ ഇതിനുള്ള 8 മണി കൊണ്ട് എന്താ ചെയ്യാടി? 8 മണി കൊണ്ട് എന്താ ചെയ്യാ? 5 ദിവസം. അപ്പൊ നമുക്ക് 1 ദിവസം 1 എണ്ണം, 2 ദിവസം 2 എണ്ണം, 3 ദിവസം 3 എണ്ണം, 4 ദിവസം 4 എണ്ണം, 5 ദിവസം 5 എണ്ണം മേടിക്കാം.
ദേ പ്രണവേട്ടന് അടുത്ത പണി കിട്ടിയെടുത്തുണ്ട്. ഏതാണ് നമ്മുടെ പന്തത്തില് എണ്ണ മുക്കുന്നു. ആ പിന്നെ ചേട്ടൻ ചെയ്താ പിന്നെ അപ്പൊ അനിയത്തിക്കും ചെയ്യണല്ലോ. അല്ലേട്ട ഫോട്ടോ അല്ല വീഡിയോ ആണ്. അപ്പൊ അതെ അതെ വീഡിയോ എടുക്കുമ്പോ പിന്നെ നമ്മൾ എന്തെങ്കിലും കാണിക്കണല്ലോ. ഓരോരുത്തരെത്തി തുടങ്ങിയിരിക്കുകയാണ് അമ്പലത്തിലേക്ക്. ഏകദേശം 5:30 കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബലൂണും പിപ്പിയും ക്രെഡിറ്റ് കാർഡ് എടുക്കും. പെട്ടിക്കടയിൽ വെക്കാൻ വേണ്ടി ഒരു ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്യാഷ് ആയിട്ടാണെങ്കിൽ ഒരു 6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനത് പോയിട്ട് ഇത്ര നേരമായിട്ട് അറിയോ ചോദിച്ചോണ്ടിരിക്കണേ എന്തോന്നാ കുഞ്ഞിന് വേണ്ടേ? കളിപ്പാട്ടും വന്നപ്പോ തുടങ്ങിയതാണ്. ഇനി ക്രെഡിറ്റ് കാർഡ് വേണോ അതോ നമ്മുടെ എന്താ പറ്റുബുക്ക് വേണോ? 5 ദിവസം ഉണ്ട്, 5 ദിവസം. ദീപാരാധനക്ക് അല്ലേ? തിരികൊളുത്താനുള്ള തയ്യാറെടുപ്പിൽ പന്തങ്ങൾ പിടിച്ചു നിൽപ്പാണ്. താങ്ക് യു. പതുക്കെ ആ മാറിക്കഴിഞ്ഞപ്പോ 2 ദിവസം ഇന്നിപ്പോ കൊണ്ടാടുന്ന നാളെ പറഞ്ഞു. എന്തിനാണാവോ? ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കമന്ററാണ്. എന്റെ സ്ഥിരം കമന്റ്.
അമ്പലത്തില് വയലിൻ വായിക്കണ വയലിൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ചു നേരം കണ്ടു, പിന്നെ ഞങ്ങളുടെ വയറ് വയലിൻ വായിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വൃത്തിയാട്ടം കാണാൻ പോകും. ഭക്ഷണം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണത്തിന് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. കപ്പലണ്ടി ഒരെണ്ണത്തിന് എത്രയാ? 20. ഒരെണ്ണം അല്ല 2 എണ്ണം. ആ പറയുന്നത് അനുസരിച്ച്, ഇല്ലെങ്കിൽ കൈവെട്ടി കാലൊടിച്ച് കണ്ട പറഞ്ഞില്ലേ, നിനക്കൊരു രാജകുമാരിയായി വാഴാം. നിന്റെ കാന്തൻ അവൻ പൊയ്ക്കൊള്ളും.